കഥയുടെ ചുരുക്കം ഇതാണ്. കൗരവർക്കെതിരെ യുദ്ധവിജയം കരസ്ഥമാക്കുന്നതിന് മുനിവര്യന്മാരുടെ ഉപദേശപ്രകാരം അർജുനൻ സാക്ഷാൽ പരമശിവനെ തപസ് ചെയ്യുന്നു. പാശുപതാസ്ത്രം കരസ്ഥമാക്കുക എന്നതാണ് അർജുന്റെ ലക്ഷ്യം. പക്ഷേ തന്റെ ദേവലോകം കരസ്ഥമാക്കുന്നതിനാണ് എന്ന് ദേവേന്ദ്രൻ തെറ്റിദ്ധരിക്കുന്നു. ദേവസ്ത്രീകളെ പറഞ്ഞയച്ച് അർജുനന്റെ തപസ് മുടക്കുവാൻ ശ്രമിക്കുന്നു. പരാജയപ്പെട്ട് തിരിച്ചു പോരുന്നു. ഈ അവസരത്തിലാണ് അർജുനന്റെ തപോവിവരം അറിയുന്ന ദുര്യോധനാദികൾ മൂകാസുരനെ ഒരു പന്നി വേഷധാരിയായി അർജുനെ കൊല്ലുവാൻ പറഞ്ഞയക്കുന്നു. അർജുനന്റെ കഠിനമായ തപസ്സിൽ ത്രിഭുവനങ്ങൾ നശിക്കുന്നു. മുനിവര്യന്മാർ സാക്ഷാൽ പരമശിവനോട് തന്നെ സങ്കടം ബോധിപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന പരമശിവൻ അർജുനന്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ അഹങ്കാരങ്ങളും എല്ലാം ശമിപ്പിച്ച് അവനെ നേരിൽ കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ പാശുപതാസ്ത്രവും മറ്റനുഗ്രഹങ്ങളും നൽകൂ എന്ന് ശഠിക്കുന്നു. അതിന് പ്രകാരം ഭഗവാൻ ഒരു കാട്ടാള വേഷധാരിയായും ശ്രീപാർവതി കാട്ടാള സ്ത്രീയായും അർജുനൻ തപസ് ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിലാണ് പന്നിവേഷധാരിയായ മൂകാസുരൻ അർജുനെ കൊല്ലുവാനായിട്ട് പാഞ്ഞെടുക്കുന്നത്. തന്റെ തപോബലത്താൽ ഇത് തിരിച്ചറിയുന്ന അർജുനൻ അസ്ത്രമെടുത്ത് പന്നിക്ക് നേരെ കൊടുക്കുന്നു. ഇതൊരു നല്ലൊരു അവസരമാണെന്ന് തിരിച്ചറിയുന്ന കാട്ടാളവേഷധാരിയായ സാക്ഷാൽ പരമശിവൻ അസ്ത്രം കൊടുക്കുന്നു. പന്നി മരിച്ചു വീഴുന്നു. ഇത് തന്റെ അസ്ത്രമാണെന്ന കാട്ടാളന്റെ വാദവും അതല്ല തന്റേതാണെന്ന അർജുനന്റെ വാദവും യുദ്ധത്തിൽ കലാശം. അവസാനം കേവലനായ ഒരു കാട്ടാളനാൽ മർദ്ദനമേറ്റ് അർജുനൻ നിലംപതിക്കുകയാണ്. തിരിച്ചറിയുകയാണ് ഇത് തന്റെ ഇഷ്ടദേവനായ സാക്ഷാൽ പരമശിവനാണെന്നും അദ്ദേഹം തന്നെ നേരിൽ കാണുകയും തനിക്ക് പാശുപതാസ്ത്രവും മറ്റനുഗ്രഹങ്ങളും നൽകുന്നതിനാണ് ഇവിടെ എത്തിച്ചേർന്നതെന്ന് തിരിച്ചറിവ് അർജുനൻ പരമശിവനോട് മാത്രം ഭക്ഷിച്ച് പാശുപതാസ്ത്രവും മറ്റനുഗ്രഹങ്ങളും കരസ്ഥമാക്കി തിരിച്ചു പോകും. ഇതാണ് കിരാതം തുള്ളൽ കഥയുടെ ചുരുക്കം. ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു കഥ കിരാതം.